കൊച്ചു മരുന്നും കഞ്ഞിയും വീണ്ടും തട്ടിത്തെറിപ്പിച്ചല്ലോ. ഇതിനും മരുന്നിലും കഷായത്തിലും ഒന്നും നിൽക്കുകയല്ല സ്തപ്പാനെ. ഇത് രോഗമല്ല, ബാധയുടെ ഉപദ്രവമാ. ഇനി ഇത് കീച്ചേരി അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയാലേ സമാധാനം കിട്ടൂ. എന്റെ കൊച്ചിനെ എങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല അമ്മച്ചി. അതാ ഞാൻ പറഞ്ഞത്, ബാധ ഒഴിപ്പിക്കണമെന്ന്. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നിമ്മിയുടെ ദേഹത്ത് സാത്താന്റെ ശക്തിയാ ഉള്ളത്. ആ ആത്മാവ് കാണിച്ചു കൂട്ടുന്ന അക്രമങ്ങളായതൊക്കെ. അതിനെ ഇറക്കി വിടണം. അതിന് കീച്ചേരി അച്ഛനെ കണ്ടേ പറ്റൂ. മുമ്പൊരിക്കൽ പോയി വന്നപ്പം നല്ല മാറ്റം ഉണ്ടായതല്ലേ. അതുകൊണ്ടാ ഞാൻ പറയുന്നത് കീച്ചേരി അച്ഛനെ കാണണമെന്ന്. അച്ഛന്റെ അടുത്തേക്ക് കൊണ്ടുപോണോ? അവിടെ കെട്ടിയിട്ട് അടിക്കുമെന്നൊക്കെ പറയുന്നേ. ആയിക്കോട്ടെ, പക്ഷെ പരിഹാരം കിട്ടുമല്ലോ. പറഞ്ഞില്ലേ സ്തപ്പാനെ, പിശാചിന്റെ കൈകൾ നമ്മുടെ മോളെ കീഴ്പ്പെടുത്തി വെച്ചിരിക്കുക. അത് വിടിയിച്ചേ പറ്റൂ. ചില സമയത്തെ മട്ടുമാതിരിയൊക്കെ കണ്ടലറിഞ്ഞൂടെ? കണ്ണുരുട്ടും പല്ലുകടിയും ആഹാരം വലിച്ചെറിയലും ഒക്കെ അത് തന്നെയാ ബാധ. ദുഷ്ടാത്മാവ്. ദുഷ്ടാത്മാവോ? എന്ത് ദുഷ്ടാത്മാവ്? ഒരേ ഒരു ദുഷ്ടാത്മാവേ ഉള്ളൂ. അതാ ഈ ഇരിക്കുന്ന ആളാ. എന്താണ് പറഞ്ഞേ? അയ്യോ, ഇപ്പൊ മാത്രല്ല, ഞാൻ അത് തന്നെ എപ്പോഴും പറയും. ദുഷ്ടനാ നിങ്ങള്. ഇവിടെ ഇന്ന് അയ്യോ എസ്തപ്പാനെ, ഞാൻ ദുഷ്ടനല്ലടി. ഇവിടെ വേണ്ട. മര്യാദക്ക് നിന്നില്ലെങ്കിൽ നിന്നെ ഞാൻ എന്നെ തല്ലിയാലും കൊന്നാലും അത് തന്നെ പറയും. അകത്ത് നിങ്ങൾ അടച്ചിട്ടിരിക്കുന്ന ആ പാവത്തിനെ ഭ്രാന്തും ബാധയൊന്നുമില്ല. ഭ്രാന്തേ നിങ്ങൾക്കാ, മുഴുത്ത ഭ്രാന്ത്. നിങ്ങൾ കാണിച്ചു കൂട്ടുന്നതൊക്കെ കാരണമാ നിമ്മിയുടെ മാനസിക നില തെറ്റിയത്. കീച്ചേരി അച്ഛനല്ല, ഈ നിൽക്കുന്ന അവളുടെ യഥാർത്ഥ അച്ഛൻ, അവളുടെ അപ്പച്ചൻ. അപ്പച്ചൻ വിചാരിച്ചാലേ അവളുടെ ഈ അവസ്ഥ മാറും. അവൾക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ഇനി തെറ്റ് ചെയ്യില്ല എന്ന് തീരുമാനിക്കുന്നതാ. വെട്ടും കുത്തും കൊലപാതകവും ഒക്കെ നിർത്തി കുറച്ചു ദിവസം ഒരു യഥാർത്ഥ അച്ഛനായി നിമ്മയുടെ അടുത്തൊന്ന് ഇരുന്ന് നോക്കണം. അവളെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്ക്. അവൾക്ക് മാറ്റം വരുന്നത് കാണാം. മറ്റെല്ലാവരുടെയും ജീവിതം തകർത്ത നിങ്ങള് സ്വന്തം മോളുടെ ജീവിതവും ആ നിലയ്ക്ക് ആക്കുക. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.